ഇനി നമുക്ക് ആഷാഢക്കായ ഏകദിൻ സമ്മറി മൂന്നാമത്തെ രംഗത്തേക്ക് പോവാം. രണ്ടാമത്തെ രംഗത്തിൽ നമ്മൾ കണ്ടു കാളിദാസ് ഉജ്ജയിനിയിൽ പോയതിന് ശേഷം പിന്നെ തിരികെ വന്നിട്ടേ ഇല്ല. 2 വർഷമായി മല്ലിക അസുഖം ബാധിച്ച് കിടക്കുന്നു. ഇതിനിടയ്ക്ക് ചില കഥാപാത്രങ്ങളൊക്കെ അവിടെ വന്നു ഗവേഷണം നടത്താൻ, 2 പെൺകുട്ടികൾ. അത് കഴിഞ്ഞിട്ട് 2 പുരുഷ കഥാപാത്രങ്ങൾ അവിടെ വരുന്നു. അവർ പ്രിയങ്ക മഞ്ചരി, മാതൃഗുപ്തൻ്റെ സഹധർമ്മിണി രാജകുമാരി പ്രിയങ്ക മഞ്ചരി ആ വീട് സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ പിന്നാലെ മാതൃഗുപ്തനും പ്രിയങ്ക മഞ്ചരിയും കൂടി അവിടെ ആ വീട്ടിലേക്ക് വരികയും അവളോട് സംസാരിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് പ്രിയങ്ക മഞ്ചരി എന്ത് ചെയ്തു, ആ വീട്ടിനെ രൂപമാറ്റം വരുത്താം, അല്ലെങ്കിൽ പുതിയ വീടുണ്ടാക്കി കൊടുക്കാമെന്നുള്ള ചില ഓഫറൊക്കെ കൊടുത്തു. പക്ഷേ മല്ലിക അത് സ്വീകരിച്ചില്ല. ഒരു രാജകർമ്മചാരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അതും അവൾക്ക് ഇഷ്ടമല്ല. അതിനമ്മയാണ് മറുപടി പറഞ്ഞത്. എന്താണ്, എൻ്റെ മകൾ ഇപ്പോഴും ഭാവനാ ലോകത്ത് ജീവിക്കുകയാണ്, അതുകൊണ്ട് അവൾക്ക് വിവാഹത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ആര് പോകുന്നു? പ്രിയങ്ക മഞ്ചരി അവിടെ നിന്ന് പോകുന്നു. അപ്പം അംബിക ആശ്വസിപ്പിക്കുകയാണ്, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആ പുരുഷനെ ഓർത്തിട്ടാണോ, ആ സ്വാർത്ഥനായിട്ടുള്ള വ്യക്തിയെ ഓർത്തിട്ടാണോ നീ സങ്കടപ്പെടുന്നത്? അപ്പം അദ്ദേഹത്തെ പറ്റി ഒന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ട് മല്ലിക തേങ്ങിക്കരയാനാണ് ആരംഭിച്ചത്. തേങ്ങിക്കരയാൻ തുടങ്ങി. ഇനി മൂന്നാമത്തെ രംഗത്തേക്ക് വന്നാൽ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉള്ള ഒരു രംഗമാണ് അത്. അങ്കത്തി കുച്ച് ഔർ വർഷ ബീത്തെ, കുറച്ച് വർഷം കൂടി കഴിഞ്ഞു. മല്ലിക കെ ഘർ കി അവസ്ഥ പഹലെ സെ അധിക് ശോചനീയ ഥി. മല്ലികയുടെ വീട്ടിൻ്റെ അവസ്ഥ നേരത്തേതിനേക്കാൾ ഒന്നുകൂടി ശോചനീയമായി. കിസി കോ ഭി ഐസാ ലഗ്താ ഥാ കി അംബിക കെ ന രഹ്നെ സെ ഘർ കി അവസ്ഥ ഹി നഹി രഹി ഥി. അപ്പോൾ ആർക്ക് നമുക്ക് തോന്നും, എന്താണ്, അംബിക ആ വീട്ടിലില്ലാത്തത് കൊണ്ട് വീട്ടിൻ്റെ അവസ്ഥ നല്ലതല്ല എന്ന്. കാരണം അംബിക ഇപ്പം അവിടെ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അംബിക മരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അപ്പോൾ വീട് നന്നാക്കിയെടുക്കാനൊന്നും അവൾക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം അവളുടെ ജീവിതമേ നശിച്ചു കഴിഞ്ഞു. പ്രിയങ്ക മഞ്ചരീനെ മല്ലിക കെ ലിയെ കുച്ച് വസ്ത്ര അവർ സ്വർണ്ണ മുദ്രായേം ഭിജുവായി ഥി. പ്രിയങ്ക മഞ്ചരി എന്ത് ചെയ്തു, മല്ലികയ്ക്ക് വേണ്ടി കുറച്ച് വസ്ത്രങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ഉനെ മല്ലികാനെ ലൗട്ടാ ദിയാത. ആ പ്രസൻറ്റേഷൻസ്, ആ ഗിഫ്റ്റൊക്കെ എന്ത് ചെയ്തു, മല്ലിക തിരിച്ചു കൊടുത്തു വിടുകയും ചെയ്തു. ഘർ കെ പരിസംസ്കാർ കെ ലിയെ ജോ പ്രബന്ധ് പ്രിയങ്ക മഞ്ചരീനെ കിയാത ഉസേ ഭി മല്ലികാനെ അസ്വീകാർ കിയാത. ആ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാം എന്ന് പ്രിയങ്ക മഞ്ചരി പറഞ്ഞു എങ്കിലും മല്ലിക അതിനെയും നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഴയ ജീവിതം എങ്ങനെയാണോ അതുപോലെ അങ്ങനെ തുടരാം എന്നാണ് അവൾ വിചാരിച്ചത്. ആഷാഢ് കാ മഹീനാഥ, പ്രത്യേകിച്ചും തൻ്റെ പ്രിയതമനായിട്ടുള്ള കാളിദാസൻ്റെ പ്രിയ പത്നിയാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം എല്ലാം നിരസിച്ചു. ആഷാഢ് കാ മഹീനാഥ, ഒരു മഴക്കാല മാസം, കർക്കിടക മാസമായിരുന്നു. ഉസ് ദിൻ ഭാരി വർഷാ ഹോ രഹി ഥി. ആ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കവും മഴയാണ്. ഇനി നാടകം അവസാനിക്കുന്ന സമയത്തും പെരുമഴയാണ്, പേമാരിയാണ്. അപ്രത്യാശിത മല്ലിക കെ ഘർ മേ കവി മാതുൽ ബൈസാഖി കെ സഹാരെ ആയ. യാദൃച്ഛികമായിട്ട് മല്ലികയുടെ വീട്ടിൽ ആ മഴയത്ത് കവി മാതുൽ ഒരു ക്രച്ചിൻ്റെ സഹായത്താൽ, ബൈസാഖി ഊന്നുവടി, അതിൻ്റെ സഹായത്താൽ വന്നിരിക്കുകയാണ്. മാതുൽ ആരാണ്? കാളിദാസൻ്റെ അമ്മാവനാണ്. അയാൾ കവിയും കൂടെയാണ്. എന്തായിരുന്നാലും ഒരു വടിയുടെ സഹായത്താൽ, ഈ കക്ഷത്ത് വെച്ച് നടക്കുന്ന വടിയില്ലേ, അതിൻ്റെ സഹായത്താൽ അയാൾ പുറത്തുനിന്ന് വന്നിരിക്കുകയാണ്.
വർഷാമേ ഭീഗാത, അയാൾ മഴയത്ത് നനഞ്ഞിരുന്നു. ഉസ്നെ ബത്തായാക്കി, അയാൾ വന്നുടനെ പറയാണ്, രാജപ്രാസാദ് മേ രഹ്നെ സെ അധിക കഷ്ടകർ സ്ഥിതി സൻസാർ മേ ഹോഹി നഹി സക്തി. രാജ കൊട്ടാരത്തിൽ താമസിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച കഷ്ടമുള്ള ഒരു അവസ്ഥ ഈ ലോകത്ത് മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ താമസിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടം. മാതുലിനെ മല്ലിക ജാൻ സക്കി കി സമ്രാട്ട് की मृत्यु हो गई है तथा कश्मीर में विद्रोह शक्तियां सिर उठाई है. മാതുലനിൽ നിന്നും മല്ലിക ഒരു കാര്യം മനസ്സിലാക്കി, ഉജ്ജയിനിയിലെ സമ്രാട്ട് മരിച്ചിരിക്കുന്നു. കാശ്മീരിലെ പലതരത്തിലുള്ള പ്രക്ഷോഭ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ കാശ്മീരിൽ തലപൊക്കിയിരിക്കുന്നു എന്ന്. വഹാം സെ ആയെ ഏക് സൈനിക കാ കഹന ഹെ, അവിടെ നിന്ന് വന്ന ഒരു സൈനികൻ പറഞ്ഞിരിക്കുകയാണ്, കാളിദാസിനെ കശ്മീർ ചോട് ദിയാ ഹെ. മാതൃഗുപ്തൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കാളിദാസ് കാശ്മീർ വിട്ടുപോയിരിക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരിയായിരുന്നു, അതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് ഒരു സൈനികൻ വന്ന് തന്നോട് പറഞ്ഞതായി മാതുലൻ ആരോട് പറയാണ്? മല്ലികയോട് പറയുന്നു. യഹ് സുൻകർ മല്ലികാനെ ബഡി ആകാംക്ഷ സെ പൂച്ച. ഇത് കേട്ടതും മല്ലിക വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, ക്യാ വേ ഉജ്ജയിനി മേ ആ ഗയേ ഹേ. അദ്ദേഹം കാശ്മീർ വിട്ടിട്ട് ഉജ്ജയിനിയിലേക്ക് വന്നിരിക്കുകയാണോ? ഉജ്ജയിനിക്ക് ലോഗോങ്ക കഹന ഹേ. അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയണു, ഉജ്ജയിനിയിലുള്ള ആൾക്കാർ പറയാണ്, ഉസ്നെ സന്യാസ് ലിയാ ഹേ. കാളിദാസൻ സന്യാസം സ്വീകരിച്ചിരിക്കുന്നു. അവർ കാശി ചലാ ഗയാ ഹെ. കാശിയിലേക്ക് പോയി എന്നും ആൾക്കാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ എന്നുള്ള അറിയില്ല എന്ന് പറയണം അയാൾ. സന്യാസ് ലേ ലിയാ ഹെ और കാശി ചലാ ഗയ. കാശിയിലേക്ക് പോയിരിക്കുകയാണ്. കാളിദാസ് കെ സന്യാസ് ലേനെ കി ബാത്ത് പർ മല്ലിക വിശ്വാസ് ന കർ സകി. കാളിദാസൻ സന്യാസം സ്വീകരിക്കും എന്നുള്ള കാര്യത്തെ മല്ലിക വിശ്വസിച്ചതേ ഇല്ല. ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യില്ല. കാരണം കാളിദാസനെ തനിക്ക് അടുത്തറിയാം, അദ്ദേഹം ഒരിക്കലും സന്യാസം സ്വീകരിക്കില്ല എന്ന് മല്ലിക തറപ്പിച്ചു പറയും. ഇസ്ലിയെ ഉസ്നെ ദൃഢദാസെ കഹാക്കി, അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തിൽ പറയാണ്, യഹ് സത്യ നഹി ഹോ സക്ത. ഇതൊരിക്കലും സത്യമല്ല. മേരാ ഹൃദയ സെ സ്വീകാർ നഹീം കർത്ത. എൻ്റെ മനസ്സ് ഇത് അംഗീകരിക്കില്ല. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്നാണ്. ഇനി മാതുൽ കെ ചലേ ജാനെ കെ ബാദ് മല്ലിക ഏകാന്ത് മേം മൻ ഹി മൻ കഹ. മാതുൽ അവിടെ പോയതിനു ശേഷം, അപ്പോൾ മാതുലിൻ്റെ വർത്തമാനത്തിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി? കാശ്മീർ വിട്ടു, അവിടെ രാജ്യദ്രോഹ ശക്തികൾ തലപൊക്കാൻ തുടങ്ങി, അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് കാളിദാസൻ കാശ്മീർ വിട്ടു എന്നും സന്യാസം സ്വീകരിച്ചു എന്നും കാശിയിലേക്ക് പോയി എന്നും ഒക്കെ ഉള്ളതാണ്. അതിനിടയിൽ രാജാവ് മരിച്ചു എന്നൊക്കെ മാതുലൻ പറയാണ്. മാതുൽ കെ ചലേ ജാനെ കെ ബാദ് മല്ലിക ഏകാന്ത് മേ മൻ ഹി മൻ കഹ. മാതുൽ പോയതിനു ശേഷം സ്വയം പറയാണ് മല്ലിക, യദ്യപി മേ തുമാരെ ജീവൻ മേ നഹീതി. സ്വയം കാളിദാസനെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്, കാളിദാസനെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു എങ്കിലും ഇല്ലാത്തതിന് തുല്യമായിരുന്നു. പരന്തു തും മേരെ ജീവൻ മേം സദാ ബനി രഹേ ഹോ. പക്ഷേ നിങ്ങളാണെങ്കിലോ എൻ്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഞാനുണ്ടാവില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. മൈനെ കഭി തുമേം അപ്നെ സെ ദൂർ ഹോനെ നഹീം ദിയ. ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും അകറ്റി നിർത്തിയിട്ടേയില്ല. തും രചന കർത്തേ രഹേ. നിങ്ങൾ ഉജ്ജയിനിയിൽ പോയിട്ട് പല രചനകളും നടത്തിക്കൊണ്ടിരുന്നു. അവർ മേ സമചിത്തി രഹീത. ആത്മഗതമാണ്. ആരെപ്പറ്റി? ആരോടുള്ള ആത്മഗതം? കാളിദാസനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ്. മേ സമചിത്തി രഹി, ഞാൻ കരുതി. മേ സാർത്ഥക് ഹൂ, ഞാൻ പൂർണ്ണമായിട്ടും
അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണ്. മേരെ ജീവൻ കി ഭി കുച്ച് ഉപലബ്ധി ഹെ, എൻ്റെ ജീവിതത്തിലും എനിക്ക് ചില നേട്ടങ്ങളുണ്ടായി. ഇസ് പ്രകാർ അപ്പനെ ആപ് രഹനെ കെ ബാദ് अपने आप कहने के बाद मल्लिका उज्जैनी के व्यवसाയിयों के द्वारा कही गई बातों पर विचार करने लगी. അതിനുശേഷം അവൾ എന്ത് ചെയ്തു? ഉജ്ജയിനിയിൽ നിന്ന് വന്ന വ്യവസായികൾ പറഞ്ഞ ചില കാര്യങ്ങളെപ്പറ്റി ഓർത്തു. അവൾ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഉജ്ജയിനിയിൽ നിന്ന് വന്ന ചില വ്യാപാരികളെ പറ്റിയും ആ വ്യാപാരികൾ പറഞ്ഞ കാര്യത്തെപ്പറ്റിയും അവൾ ഓർക്കുകയാണ്. ഉന്നോനെ കഹാത്ത, വ്യാപാരികൾ പറഞ്ഞിരുന്നു എന്താണ്? കാളിദാസ് कालिदास का बहुत सा समय വാരാങ്കനാവും കെ സഹവാസ് മേ വ്യതീത് ഹോത്താ ഹൈ. കാളിദാസന്റെ കൂടുതൽ സമയവും വാരാങ്കനകളോടൊപ്പം, വാരാങ്കന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊട്ടാര വേശികൾ കാണും കേട്ടോ, അവരോടൊപ്പം കഴിച്ചു കൂട്ടുകയായിരുന്നു എന്ന്. മല്ലികാനെ സോച്ചാക്കി അബുത്തോ മേ സ്വയം ഏക് വാരാങ്കനാക്ക ജീവൻ വ്യതീത് കർത്തി ഹൂ. മല്ലിക പറയാണ്, യഥാർത്ഥത്തിൽ ഞാനും ഇപ്പോൾ ഒരു വേശ്യയുടെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിർ ഭി ഉസി തരഹ് ഋതുസൻഹാർ और മേഘദൂത് की पंक्तियां पढ़ती हूँ. മാത്രമല്ല അതേപോലെ ഇപ്പോഴും ഋതുസംഹാരം, മേഘദൂതം ഇവയിലുള്ള വരികളൊക്കെ, അല്ലെങ്കിൽ ഈ 2 ബുക്കുകൾ ഇപ്പോഴും ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നവൾ ആത്മഗതമായിട്ട് പറയണം. അപ്പോൾ ഇതിൽ നമുക്ക് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കാര്യം എന്താണ്? കാളിദാസൻ അവിടെ പോയിട്ട് ഒരുപാട് വാരാങ്കനകളോടൊപ്പം താമസിക്കുന്നു. എൻ്റെ ജീവിതവും ഇപ്പോൾ ഒരു വാരാങ്കനയെ പോലെയാണ് എന്നാണ് മല്ലിക പറയുന്നത്. അതിന് കാരണം താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. മല്ലിക ഏകാന്ത ഭാവസെ ശൂന്യത കി ഓർ ദേഖ് രഹി ഥി. മല്ലിക ഏകാന്ത ഭാവത്തിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അചാനക് ബിജലി കൗന്തി, പെട്ടെന്ന് ഇടിമിന്നൽ വ്യാപിച്ചു, അതിൻ്റെ ശബ്ദം കേട്ടു. മേഘഗർജൻ ഭി സുനായി ദിയ, വർഷ ഭി ഹോ രഹി ഥി, കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ പേമാരിയും ശക്തമായിട്ടുള്ള മഴയും പെയ്തുകൊണ്ടിരുന്നു. വോ സ്വയം സേ കഹനെ ലഗി, അവൾ സ്വയം പറയാൻ തുടങ്ങി. ആജ് കി തരഹ് ആഷാഢ് കെ ഏക് ദിൻ മേ ഇസി തരഹ് മേഘഗർജൻ കർ രഹേ ദേ. ഇന്നത്തെ പോലെ ആഷാഢ മാസത്തിലെ ഒരു ദിവസം ഇതേപോലെ മഴയും മേഘഗർജനവും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഘർ യഹീദ, അപ്പോഴും വീട് അത് തന്നെയായിരുന്നു. അവർ ഇസി പ്രകാർക്കി ഉസി ഘർമേ ഹൂ, ഞാൻ അതേ വീട്ടിൽ തന്നെയാണ്. കിന്തു കാളിദാസ് നഹി ഹെ, പക്ഷേ കാളിദാസൻ ഇന്ന് എന്നോടൊപ്പം ഇല്ല. ഫിർ ഏക് ബാർ ബിജലി കൗന്തി, അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇടിയുണ്ടായി. അവർ മേഘഗർജൻ ഭി സുനായി ദേനെ ലഗ, കിവാട് ഖുൽനെ കാ ശബ്ദ സുൻകർ മല്ലികാനെ ഉസി ഓർ ദേക്ക. പെട്ടെന്ന് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മല്ലിക അങ്ങോട്ട് നോക്കി. മല്ലികയ്ക്ക് ആശ്ചര്യക്ക് സീമാന രഹി, മല്ലികയുടെ ആശ്ചര്യത്തിന് അതിനുണ്ടായില്ല. കാരണം ദ്വാർപാർ ക്ഷതവിക്ഷത് കാളിദാസ് ഖടാഹെ, തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരവസ്ഥയിൽ അതാ കാളിദാസൻ ആ വീട്ടുവാതിൽക്കൽ നിൽക്കുകയാണ്. കാളിദാസ് ഭീതറായാത്തോ മല്ലികാനെ ദർവാസ ബന്ദ് കർ കഹ, കാളിദാസൻ അകത്തേക്ക് വരാൻ തുടങ്ങിയ സമയത്ത് കാളിദാസൻ വാതിൽ അടച്ചുകൊണ്ട് പറഞ്ഞു. മുജെ വിശ്വാസ് നഹി ഹോ രഹാ ഹെ കി തും ഹോ, നിങ്ങളാണ് എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. ഇത് നിങ്ങളാണോ? എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. और मैं तुम्हें जो देख रही हूँ वास्तव में मैं नहीं हूँ. ഇപ്പം ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഞാനല്ല. നമ്മൾ പറയില്ലേ ജീവച്ഛവം, ഞാനൊരു ശവമാണെന്നൊക്കെ പറയില്ലേ. ഇപ്പോഴും ഞാൻ നിങ്ങളെ നോക്കുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ഞാനല്ല. ക്യാ ഏക് സ്വപ്നത്തോ നഹി ഹേ, ഞാൻ കാണുന്നത് സ്വപ്നമാണോ? കാളിദാസിനെ കഹ, അപ്പം കാളിദാസന് മറുപടി പറയാണ്, നഹി സ്വപ്ന നഹി ഹേ, സ്വപ്നമല്ല, യഥാർത്ഥ ഹേ, യാഥാർത്ഥ്യമാണ്. കി മേ അഹാഹു, ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നു, അത് യാഥാർത്ഥ്യമാണ്. ദിനോം കി യാത്രാ കർക്കെ थका
ടൂട്ട ഹാരാ ഹുവ യഹാം ആയാ ഹൂ. കുറേ ദിവസം പലയിടത്തും യാത്ര നടത്തിയിട്ട് തളർന്ന് തകർന്ന് തകർന്നുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. എന്തിനാണ്? കി ഏക് ബാർ യഹാം കെ യഥാർത്ഥ കോ ദേഖൂ. ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ കണ്ടു മനസ്സിലാക്കാൻ. ഈ വർഷത്തിന് ശേഷം, ഇത്രയും വർഷത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു, അത് കാണാൻ വേണ്ടി ഞാൻ നിന്റെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. കാളിദാസിനെ കഹാക്കി ഏക് സാരാ ഘർ ബദൽ ഗയാ ഹേ. കാളിദാസൻ പറയുന്നു, ഈ വീട് മൊത്തം മാറിയിരിക്കുന്നു. ഉസ് സമയ കിസിനെ ദർവാസെ ഘട്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരോ വീണ്ടും വാതിൽക്കൽ വന്ന് തട്ടി. മല്ലികാനെ അവ്യവസ്ഥിത് ഹോക്കർ ഉസോർ ദേക്ക. വളരെ പരിഭ്രാന്തിയോടുകൂടി അവൾ വാതിൽക്കലേക്ക് നോക്കി. കാളിദാസിനെ ദ്വാർക്കി ഓർ ജാന ചാഹ. വാതിൽ തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാളിദാസൻ എന്ത് ചെയ്തു? വാതിൽക്കലേക്ക് പോയി. മല്ലികാനെ ഉസേ രോക്തേ ഹുയി കഹ. അപ്പം മല്ലിക തടഞ്ഞുകൊണ്ട് പറയുന്നു, വർഷാക്കാ ദിൻ ഹേ, മഴക്കാലമാണ്. ഇസിലെ കോയി ഭീ ഹോ സക്താ ഹേ. ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നതാവാം എന്ന് മല്ലിക. അപ്പം മല്ലികയ്ക്ക് അറിയാം അവിടെ വന്നത് ആരാണെന്ന്. പക്ഷെ അത് കാളിദാസനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പറയണം, ആരോ മഴയത്ത് കയറി വന്നതായിരിക്കാം. തും ബാത്ത് കർത്തേ രഹോ, നിങ്ങൾ സംസാരിക്കൂ. വഹ് ചലാ ജായേഗ, അയാൾ പൊയ്ക്കോളും. ബേച്ചാരെ കാളിദാസ് കോ നഹി മാലൂം താ കി മല്ലിക അബ് ഭാവന കെ സ്തർ മേം ഉതർ കർ ജീവൻ കെ യഥാർത്ഥ മേം പहुंच ഗയി ഹേ. പക്ഷേ കാളിദാസൻ അറിയില്ല എന്താണ്, മല്ലിക ഭാവനയുടെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഭാവനയൊക്കെ വിട്ടിട്ട് സങ്കല്പലോകത്തെ ത്യജിച്ചിട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലെത്തിയിരിക്കുന്നു എന്ന്. അത് കാളിദാസന് മനസ്സിലായില്ല. വോ അബ് ഫിലോം സെ വിവാഹ് കർക്കെ ദൂസരേക്ക് സമ്പത്തി ബനി ഹേ. ഇപ്പോൾ അവൾ വിലോമിനെ വിവാഹം കഴിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിച്ചില്ല, വിലോമിന് അവളിലൊരു കുട്ടിയുണ്ടായി. എന്നിട്ട് വിലോമിൻ്റെ സമ്പത്തായി താൻ മാറിയിരിക്കുന്നു. മല്ലിക ജിത്തനി കാളിദാസ് കി പ്രേയസി ഹേ ഉത്തനി ഹി വിലോം കി പത്നി ഭി ഹേ. മല്ലിക കാളിദാസൻ്റെ പ്രേയസിയെ പോലെ, അല്ലെങ്കിൽ കാളിദാസൻ്റെ പ്രേയസി എന്ന് പറയുന്നത് പോലെ വിലോമിൻ്റെ പത്നിയും കൂടിയാണ് ഇപ്പോൾ മല്ലിക. കാളിദാസ് മല്ലിക കോ ബത്തായ. കാളിദാസ് മല്ലികയോട് പറഞ്ഞു, ലോഗോं की धारणा है कि मैंने രാജകീയ ജീവൻ और वातावरण में बहुत कुछ लिखा. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് പറയുന്നു, മല്ലികയോട് പറയും, ആൾക്കാരുടെ ധാരണ എന്തെന്നാൽ ഞാൻ രാജകീയ ജീവിതവും രാജകീയ ചുറ്റുപാടിലും ഒത്തിരി ഗ്രന്ഥങ്ങൾ എഴുതി. ലേക്കിൻ മേ ജാൻതാ ഹൂ കി മേ വഹാ രഹിക്കർ കുച്ച് നഹി ലിഖ. പക്ഷേ എനിക്കറിയാം ഞാൻ ഉജ്ജയിനിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും എഴുതിയില്ല എന്ന്. ആൾക്കാർ ഇങ്ങനെ പലതും പറയുന്നുണ്ട് ഞാൻ ഒത്തിരി എഴുതിയെന്ന്, പക്ഷെ ഞാൻ ഒട്ടും എഴുതിയിട്ടില്ല. കുമാരസംഭവ് കി പൃഷ്ഠഭൂമി യഹ് ഹിമാലയ ഹേ. ഞാൻ എഴുതിയ കുമാരസംഭവത്തിൻ്റെ പശ്ചാത്തലം ഈ ഹിമാലയമാണ്. അവർ തപസ്വി ഉമ. അതിലെ കുമാരസംഭവത്തിലെ ശിവനും പാർവതിയുടെയും കഥയാണല്ലോ. അപ്പം കുമാരസംഭവത്തിൻ്റെ പശ്ചാത്തലം ഈ ഹിമാലയമാണ്. തപസ്വി, സന്യാസി, അതിലുള്ള സന്യാസിനി ആരാണ്? ഉമാദേവി, ഉമയാണ്. അത് നീയാണെന്നാണ്. അതിലെ കഥാപാത്രമായിട്ടുള്ള ഉമ നീയാണ്. മേഘദൂത് കെ യക്ഷയ്ക്ക് പീഡ മേരി പീഡ ഹേ. മേഘദൂതത്തിലെ യക്ഷൻ്റെ വേദന എൻ്റെ വേദനയാണ്. അവർ വിരഹ് വിമർദ്ദിത യക്ഷിണി തുമ്പോ. അതിലെ വിരഹ ദുഃഖം അനുഭവിക്കുന്ന യക്ഷിണി നീയാണ്. ഇപ്പം ഞാൻ എഴുതിയ ബുക്കിലൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ നമ്മൾ തന്നെയാണ് എന്ന് പറയുന്നത്. അഭിജ്ഞാന ശാകുന്തളമേ ശകുന്തളാക്കെ രൂപമേ തുമീ മേരെ സാമ്നെ ധി. അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയുടെ രൂപത്തിൽ നീ എൻ്റെ മുന്നിൽ വന്നിരുന്നു. कालिदास के मुँह से ऐसी बातें सुनकर മല്ലിക ने दोनों हाथों से मुँह छिपाया. കാളിദാസനിൽ നിന്ന് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടപ്പോൾ മല്ലിക രണ്ട് കൈകളും കൊണ്ട് അവളുടെ മുഖം ഒളിപ്പിച്ചു. उस समय कमरे के अंदर से बच्ची के रोने का शब्द सुनकर മല്ലിക സഹസാ ഉഠി. ഈ സമയത്ത് മുറിക്കുള്ളിൽ നിന്നും ഒരു പെൺകുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടപ്പോൾ മല്ലിക പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഉദ്ദിക്കിന് ഭാവസെ ഉസി ഓർ ഗയി, വളരെ ഉത്കണ്ഠയോടുകൂടി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. अपनी ओर हतप्रभ होकर
ദേക്കരെ വാലെ കാളിദാസെ മല്ലികാനെ കഹ. അപ്പോൾ താൻ അകത്തേക്ക് കയറിപ്പോയ സമയത്ത് തന്നെ ആശ്ചര്യത്തോടു കൂടി നോക്കുന്ന കാളിദാസനോട് മല്ലിക പറയാണ്, നോക്കൂ, ഇത് നല്ലൊരു സെൻറ്റൻസാണ്. യഹ് യഹ് മേര വർത്തമാൻ ഹേ. നോക്കൂ, ഇതെൻ്റെ പ്രസൻ്റാണ് എന്ന് പറഞ്ഞാൽ മല്ലിക പറയണ്, ഇതാ ഇതെൻ്റെ പ്രസൻ്റാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായി. ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇത്തനെ മേ കിസിനെ ദർവാസ ഖട്കടായ. ഈ സമയത്ത് ആരോ വീണ്ടും വാതിലിൽ മുട്ടി. ഫിർ പയർ കി ചോട്ട് സേ ദ്വാർ അപ്പനെ ആപ് കുൽ ഗയ. പിന്നെ ആരോ ചവിട്ടി ആ വാതിൽ അങ്ങ് തുറക്കുകയാണ്. വിലോ അന്തറായ. അവിടെ കയറി വന്നതാരാ? വിലോമാണ്. ഉസ്കാ വസ്ത്ര കീജഡ് സേ ലതുപതുത. അയാളുടെ വസ്ത്രം ചെളി കൊണ്ട് നിറഞ്ഞിരുന്നു. വിലോമാണിപ്പം മല്ലികയെ നോക്കുന്നത്. വിലോമിനെ കാളിദാസെ പൂച്ചാക്കി ക്യോ ബന്ധു. ഇപ്പം നോക്കൂ, വിലോം എപ്പോഴും കാളിദാസിനെ പറ്റി പരിഹസിക്കുകയേ ചെയ്തിട്ടുള്ളൂ. കാളിദാസനെ കണ്ടതും ചോദിച്ചു, ക്യോ ബന്ധു തും മുझे പഹച്ചാൻതേ ഹോ. അല്ലയോ ബന്ധു, നിങ്ങൾക്കെന്നെ മനസ്സിലായോ? ഇസി ബീച്ച് മേ മല്ലിക അന്തർ സെ ആയി. ഇതിനിടയ്ക്ക് മല്ലിക അകത്തുനിന്ന് വന്നു, കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ വിലോം കോ ദേക്കർ ദ്വാർ കെ പാസ് ജഡ് ഹോക്കർ ഖടി ഹോ ഗയി. വിലോമിനെ കണ്ടതും വാതിൽക്കൽ ശവത്തെ പോലെ അവളങ്ങനെ നിൽക്കുകയാണ്. കാരണം വിലോം ആ സമയത്തില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ കാളിദാസൻ തന്നെ സ്വീകരിക്കുമായിരുന്നു എന്നൊരു ഒരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നിരിക്കാം. എന്തായിരുന്നാലും ജഡത്തെ പോലെ അവിടെ നിന്നു. കാളിദാസിനെ വിലോം കെ പ്രശ്നക്ക ഉത്തർ ദിയ. കാളിദാസൻ വിലോമിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്താണ്? ആകൃതി ബഹുത്ത് ബദൽ ഗയി ഹേ. നിന്റെ രൂപങ്ങളൊക്കെ മാറിയിരിക്കുന്നു. പരന്തു വ്യക്തി അബുഹി വഹി ഹേ. എന്നെ നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാളിദാസൻ പറയാണ്, നിന്റെ രൂപത്തിന് മാറ്റം വന്നിരിക്കുന്നു, പക്ഷെ വ്യക്തി ആ പഴയത് തന്നെയല്ലോ, നിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ലല്ലോ എന്നാണ്. വിലോമിനെ മല്ലിക കി ഓർ മുടുക്കർ വ്യംഗ്യസ്വരുമേ കഹ. ഉടനെ വിലോം മല്ലികയെ നോക്കിയിട്ട് പരിഹാസത്തിൽ പറയുന്നത്, തുമ്നെ അബ് തക് കാളിദാസ് കെ ആതിഥ്യ കാ ഉപക്രം ക്യോ നഹീ കിയ. അയ്യോ, ഒരുപാട് ദിവസത്തിന് ശേഷം വന്ന അതിഥിയാണ്. കാളിദാസിന് വേണ്ടി നീ ആതിഥ്യ മര്യാദ കാണിക്കുന്നില്ലേ? അവനൊന്നും കൊടുക്കുന്നില്ലേ നീ? വർഷോം കെ ബാദ് ഘർമേം ആനെ വാലെ കാ ആതിഥ്യ ഹോനാ ഹി ചാഹിയെ. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഈ അതിഥിയെ മാനിക്കണ്ടേ? അയാൾക്ക് ആതിഥ്യം നൽകണ്ടേ? കാളിദാസ് കോ ഇസ് പ്രദേശ് കെ ഹരണ ശാവകോ കെ പ്രതി ബഡാ മോഹ്. കാളിദാസിന് ഈ പ്രദേശത്തിലെ മാൻകിടാക്കളോട് വളരെ സ്നേഹമുണ്ട്. ഇത്തന കഹ്കർ വിലോമിനെ കാളിദാസ് കി ഓർ സ്ഥിർ ദൃഷ്ടി സേ ദേഖ. ഇത്രയും പറഞ്ഞിട്ട് വിലോം കാളിദാസിനെ സൂക്ഷിച്ചു നോക്കി. ഔർ കഹാ കി ഏക് ഹരൺ ശാവക് ഇസ് ഘർ മേ ഭി ഹേ. എന്നിട്ട് കാളിദാസനോട് പറയാണ്, കാളിദാസ, ഒരു മാൻകിടാവുത ഈ വീട്ടിലുമുണ്ടല്ലോ. തും ബത്താവോ कि उसकी आकृति मुझसे मिलती है या അഷ്ടാവക്ര സേ. നീ തന്നെ ഒന്ന് പറയൂ, എന്താണ് അതിൻ്റെ ആകൃതി? അതായത് ഇവിടെ കുഞ്ഞിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാൻകിടാവ് ഈ വീട്ടിലുണ്ട്, അത് നീ കണ്ടോ? നിനക്കത് നോക്കിയിട്ട് പറയാമോ? അതിൻ്റെ ആകൃതി ഞാനുമായിട്ട് സാമ്യതയുള്ളതാണോ, അതോ അഷ്ടാവക്രനെ പോലെ? അഷ്ടാവക്രൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ശരീരത്തിൽ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയുടെ ശരീരത്തിൽ 7 വളവുകളുണ്ടെന്നാണ്. അങ്ങനെ വികൃതം പിടിച്ച ഒരു കുട്ടിയായിരുന്നു അഷ്ടാവക്രൻ. എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ കാണാൻ കൊള്ളാവുന്നുള്ള ഒരു കുട്ടിയാണോ, അത് അഷ്ടാവക്രനെ പോലെയാണോ? അതിൽ ഒരുപാട് ധ്വനിയുണ്ട്. കാരണം മല്ലിക എന്താണ്, വാരാങ്കനെ പോലെയാണ്. പല വ്യക്തികളും ഇവിടെ വന്നു കയറി പോകുന്നുണ്ട്. നീ ഉൾപ്പെടെ അവളോട് സഹവാസിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായ കുട്ടിയാണോ, അതേ എനിക്കുമായിട്ട് സാമ്യതയുണ്ടോ എന്നൊന്ന് നീ നോക്കൂ എന്ന് പറഞ്ഞു. വിലോം കി ബാത്തേ സുൻകർ മല്ലികാനെ ഹാത്തോം സേ മുഹ് ഛിപായ. വിലോമിൻ്റെ വർത്തമാനം കേട്ട് മല്ലിക കൈകൊണ്ട് വായ പൊത്തിപ്പിടിച്ചു.
വിലോംനെ കാളിദാസ് കെ നികട്ട് ജാക്കർ പൂച്ച. വിലോം കാളിദാസിന്റെ അടുക്കലേക്ക് പോയി ചോദിക്കുകയാണ്, ക്യാ മല്ലിക കെ ബച്ചെ കോ ദേഖോഗെ? നീ മല്ലികയുടെ കുട്ടിയെ കാണില്ലേ? കാളിദാസിനെ അസീം മനോവ്യഥ കാ അനുഭവ് കിയ. അപ്പോൾ കാളിദാസൻ ഇപ്പോൾ അതിരറ്റ മനോവ്യഥ അനുഭവപ്പെട്ടു. കാരണം താൻ കാരണമാണ് അവൾക്ക് ഈ ദുർഗതി വന്നത്. ഉസ്നെ വിലോം സെ കഹാ കി ഈ സമയത്തും യഹാം സെ ചലേ ജാവോ. അയാൾ വിലോമിനോട് പറയാണ്, ഈ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ എന്ന്. വിലോം സെ വ്യംഗ്യമേ കഹാ കി ഈ സമയം മേ യഹാം സെ ചല ജാവൂങ്ക. അപ്പം വിലോം നേ എന്ന് പറയണം. അപ്പോൾ വിലോം എന്ത് ചെയ്തു? പരിഹാസത്തിൽ പറയാണ്, ശരി, ഞാൻ ഈ സമയത്ത് പൊയ്ക്കോളാം, കാരണം നീ ഇപ്പോൾ ഉണ്ടല്ലോ അവളുടെ അടുത്ത്. ഇസ്ലിയെ നഹി കി തും ആദേശ് ദേത്തെ ഹോ. നീ ആജ്ഞാപിച്ചത് കൊണ്ടല്ല ഞാൻ പോകുന്നത്. പരന്തു ഇസ്ലിയെ കി തും ആ ജഹാം അതിഥി ഹോ. പക്ഷെ എന്തുകൊണ്ടാണ്? ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾ ഇന്ന് ഇവിടുത്തെ അതിഥിയാണ്. അവർ അതിഥി കി ഇച്ഛാ കാ മാൻ ഹോന ചാഹിയെ. ഒരു അതിഥിയുടെ ആഗ്രഹം എന്താണോ അത് അനുസരിക്കുക തന്നെ വേണം. ഏക കകത്തെ ഹുയെ വിലോം ദ്വാർ കി ഓർ ചലനെ ലഗ. ഇത്രയും പറഞ്ഞിട്ട് വിലോം വാതിൽക്കലേക്ക് പോയി. ദ്വാർ കെ പാസ് രുകർ ഉസ്നെ മല്ലിക സെ കഹ. വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ മല്ലികയോട് പറയണ്, ആദിത്യമേ കോയി കമീന രഹേ. നീ അവനെ നന്നായിട്ട് സൽക്കരിച്ചോളണം, ഒരു കുറവും വരുത്തരുത്. ജോ അതിഥി വർഷോമേം ബാർ ഏക് ബാർ ആയാ ഹേ വഹ് ആകെ ജാനെ കഭി ആയേഗാ യാ നഹി. അപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു അതിഥി ഇവിടെ വന്നിരിക്കുന്നത്. അവൻ ഇനി എന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവനെ നന്നായിട്ട് സൽക്കരിക്കുക. ഇത്തന കർ വിലോംനെ അർത്ഥപൂർണ്ണ ദൃഷ്ടി സേ ദോനോ കി ഓർ ദേഖ. ഇത്രയും പറഞ്ഞിട്ട് അർത്ഥം വച്ച ദൃഷ്ടികളോടുകൂടി പരിഹാസത്തോടുകൂടി രണ്ടാൾക്കാരെയും നോക്കി അവർ ബാഹർ ചലാകെ, എന്നിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. മല്ലികാനെ മുഹ്സെ ഹാത്ത് ഹടാക്കർ കാളിദാസ് കി ഓർ ദേഖ. അപ്പോൾ അവൾ വായും പൊത്തി അങ്ങനെ നിൽക്കുകയാണ് ആശ്ചര്യത്തോടു കൂടി. എന്നിട്ട് അവൾ കാളിദാസിനെ നോക്കി. കുച്ചുക്ഷണ് ദോനോ ചുപ്പ് രഹേ. രണ്ടുപേരും കുറച്ചു നേരം നിശബ്ദമായിട്ട് നിന്നു. കാളിദാസ് ചിന്താമേ ഡൂബാദ. കാളിദാസ് പല ചിന്തകളിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. മല്ലികാനെ പൂച്ചാക്കി ക്യാ സോച്ച് രഹേ ഹോ. അപ്പോൾ മല്ലിക ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്? കാളിദാസ് ചരോക്കെ കെ പാസ് ചലാഗയ. കാളിദാസ് ആ ജന്നൻ്റെ അടുക്കലേക്ക് പോയി. അവർ കഹാക്കി വഹ ആഷാഢ് കായ്സാഹി ദിൻധ. നോക്കൂ, ആഷാഢത്തിലെ അതേ ദിവസം, മഴക്കാലം. ഘാട്ടി മേ ഐസേഹി മേഘ ഭരേദേ. താഴ്വാരങ്ങളിൽ ഇതേപോലെയുള്ള മേഘങ്ങളാണ് വ്യാപിച്ചിരുന്നത്. അവർ ഉസ്സമയ അന്ധേര ഹോഗയാത്ത. പണ്ടത്തെ ഒരു കാര്യം പറയാണ്, ആ സമയത്ത് ഇരുട്ടി വ്യാപിച്ചിരുന്നു. മൈനെ ഘാട്ടി മേം ഏക്ക് ആഹത്ത് ഹരിണശാവക്കോ ദേഖാദ. ഞാൻ ആ താഴ്വാരത്തിൽ മുറിവേറ്റ ഒരു മാൻകിടാവിനെ കണ്ടിരുന്നു. അവർ ഉഠാക്കർ വഹാൻ ലേ ആയ. എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് വന്നു, ഇവിടേക്ക് വന്നു. തുമ്നെ ഉസ്കാ ഉപചാർ കിയ. നീ അതിനെ പരിചരണം നൽകി എന്നൊക്കെ എന്ത് ചെയ്തു? പഴയ കാര്യങ്ങൾ പറയുന്നു. മല്ലിക ചുപ് ചാപ്പ് കാളിദാസ് കി ഓർ ദേഖ്തി രഹി. അവളൊന്നും മിണ്ടാതെ കാളിദാസിനെ നോക്കി നിന്നു. കാളിദാസ് വഹാം സെ ഹട്ട്കർ ആസൻ കെ പാസായ. കാളിദാസ് അവിടെ നിന്ന് മാറി ഒരു സീറ്റിലിരുന്നു. തബ് അന്തർ സെ ബച്ചി കെ രോനെ കാ ശബ്ദ സുനായി ദിയ. ഈ സമയത്ത് അകത്തു നിന്ന് കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുകയായിരുന്നു. ബച്ചി കാ രോന സുൻകർ മല്ലിക ഛട്ട് സെ അന്തർ ചലി ഗയി. കുട്ടി കരഞ്ഞതും മല്ലിക പെട്ടെന്ന് അകത്തേക്ക് പോയി. ബാഹർ ഭാരി വർഷ